ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ഡെലീഷ്യസ് നല്ല അടിപൊളി ബിരിയാണിയാണ്. അതും ഫിഷ് ബിരിയാണി ഇത്രയും ടേസ്റ്റി ആയിട്ടും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടും വളരെ കുറഞ്ഞ അളവിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. അപ്പോൾ ഇത് ഞാൻ പരീക്ഷണ വസ്തുവായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷേ സക്സസ് ആയി. അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു പരീക്ഷണം എങ്ങനെ തുടങ്ങി എന്നുള്ള ഒരു ഡീറ്റെയിൽ ഒക്കെ ഇതാ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കുറച്ച് നെയ്മീൻ ഉണ്ടായിരുന്നു. അപ്പം മടി പിടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയി. ലഞ്ച് ഒന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ 2-3 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും എത്തും. അതിനു മുമ്പ് എന്തെങ്കിലും ഈസി ആയിട്ട് റെഡിയാക്കണമല്ലോ, അതും അധികം പണിയില്ലാതെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എന്തായാലും നെയ്മീനൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാണ്. ഈ സമയത്തൊന്നും മനസ്സിൽ വന്നിട്ടേ ഇല്ല ഒരു ബിരിയാണിയുടെ ഒരു ഒരു ഡൗട്ടും വന്നിട്ടില്ല. അങ്ങനെ നമ്മളിതാ എത്തി. നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഫ്രൈക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ മസാലയാണ്. ഇത് വേറെ ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഫ്രൈക്ക് വേണ്ടി ആയതുകൊണ്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഓരോ സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്യണ്ടല്ലോ, പെട്ടെന്നൊന്ന് നമുക്ക് ക്വിക്കായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. ഇതില്ലാത്തവർക്ക് നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരെ പോകുക, ഒരു ഫിഷ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ വാങ്ങിക്കുക, അതൊന്ന് മിക്സ് ചെയ്താലും മതിയാവും. ഞാൻ ഇതിൽ വിനിഗർ ചേർത്തിട്ടാണ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് തീരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയമില്ല. ആ സമയത്താണ് ഞാൻ ഇതുപോലെ ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അടുത്ത് തന്നെ നിന്നൊന്ന് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ കോൺഫ്ലോർ ചെറുതായിട്ടുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കോട്ടിങ് കരിഞ്ഞു പോവാതെയും അതുപോലെ തന്നെ വിട്ടുപോവാതെയും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് നിന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നെയ്മീനായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് കുക്കായും വരും. ഒരുപാട് ഇങ്ങനെ ഇട്ട് മുറിവി വന്നാലും ടേസ്റ്റ് കാണൂല. അപ്പോൾ ഇവിടെ നെയ്മീൻ ഫ്രൈക്കാണ് അധികം പോളിങ്. അപ്പോൾ ഇത് കറിയിലിട്ട ഞാനും ഇക്കായൊക്കെ കഴിക്കുമായിരിക്കും, പക്ഷെ മോള് വയറ്റിലാക്കണമെങ്കിൽ നമുക്കിതുപോലെ എന്തെങ്കിലും സൂത്രപ്പണികളൊക്കെ ഒപ്പിച്ചാലേ പറ്റുള്ളൂ. ആ ലക്ഷ്യത്തോടെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ സ്പോട്ടിൽ ഇത് കോരിയെടുത്ത സമയത്ത് ഈ ഒരു ഓയിൽ നല്ലൊരു ഫ്ലേവറാണ്. അതിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞു വന്നത്, ഈ ഒരു റൂട്ടിൽ പോയ സമയത്താണ് ഇത് ബിരിയാണി ആവണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക, ഗോൾഡൻ ബ്രൗൺ ആക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കരിയാൻ പാടില്ല, നോൺ സ്റ്റിക്കിലായതുകൊണ്ട് കരിയൂല എന്നുള്ളൊരു ഉറപ്പായിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തത് ഈ ഒരു പാകത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 സവാളയാണ് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് സവാളയും ആഡ് ചെയ്ത് കൊടുക്കരുത്, മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയ്ക്കും ജിഞ്ചർ ഗാർലിക്കിനൊക്കെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സൈഡ് മൂത്ത് വരുന്ന സമയത്ത് മറ്റൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-10 അല്ലെങ്കിൽ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല വെളുത്തുള്ളി മുഴുവനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മടി കാരണമാണ് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തത്, പക്ഷെ അത് ഭയങ്കര ഗുണം ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഒരു അര ടീസ്പൂണും കൂടെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമ്മുടെ പാന്തൻ ലീഫ് അഥവാ രമ്പ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു അര സവാള, അതും മീഡിയം സൈസിൻ്റെ ഒരു അര സവാള, വളരെ കുറച്ച് മതിയാവും. ഇത് റൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സ്പെഷ്യൽ സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊതുവെ എത്ര പേരാണ് ബിരിയാണിക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് തേങ്ങ, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിരകിയ തേങ്ങയാണ്, പക്ഷെ അത് പിന്നീട് കഴിക്കുന്ന സമയത്ത് ഇത് അറിയേയില്ല. നല്ലൊരു ഫ്ലേവറാണ്. ആ ഓയിലിൽ കിടന്ന് മൂത്ത് ആ ഒരു വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തിളച്ചൊക്കെ വരുന്ന സമയത്ത് ആ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എന്നിട്ട് ഒരു തൊണ്ടൻ മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൈസിന് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് എത്രയാണോ അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത്
അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് മസാലയിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നന്നായിട്ട് സവാള ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ 2 തക്കാളിയാണ്. സ്മോൾ സൈസ് ആണെങ്കിൽ 2 എണ്ണവും വലുതാണെങ്കിൽ 1 എണ്ണം മതിയാവും. നല്ല പഴുത്തിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മാഷായി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഒരുപാട് മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഗരം മസാല പൗഡർ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് എരിവൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ പച്ചമുളക് ആകെ തൊണ്ടൻ മുളകായിട്ട് ഒരു 3 എണ്ണയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മുളക് പൊടി എന്ന് ഉള്ള ഒരു അംശം നമ്മൾ ഫിഷ് ഫ്രൈയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മസാലയിലൊന്നും മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര്, നമ്മുടെ സാധാരണ പാക്കറ്റിൽ വാങ്ങിക്കുന്ന മിൽമ തൈര് അല്ലെങ്കിൽ അതുപോലെ പാക്കറ്റിൽ വരുന്ന തൈരുകളാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രേവി പരുവത്തിന് ഇതിങ്ങനെ ഒന്ന് തിളച്ച് വന്നോളും. ഒരുപാട് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിന ഇല എന്നിവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കൈ നിറച്ച് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ തരും. ബിരിയാണിയിൽ മസാലയെക്കാളും കൂടുതൽ ഫ്ലേവർ തരുന്നത് ഈ ഒരു മല്ലിയില, പുതിന ഇല എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 എണ്ണം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇത് വേണം എന്നുള്ളത് കൊണ്ടാണ്. ഇതൊന്ന് ഒരുപാടിട്ട് ഇളക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മറിച്ചും തിരിച്ചും ആ ഒരു മസാല എല്ലായിടത്തും ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഇവിടെ റൈസിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. കൈമ റൈസാണ്. അപ്പോൾ ഇതിന് ഇനി ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ രണ്ടും നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മാത്രം, ഒരു 1/4 സവാളയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് ആകെ 2 സവാള അല്ലെങ്കിൽ 2.25 സവാള മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതും മീഡിയം സൈസാണ്. അപ്പോൾ നെയ്യിലേക്കാണ് ഈ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോണത്. ഗോൾഡൻ ബ്രൗൺ ആക്കി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ചെറിയ മോയിസ്റ്റോടി കൂടിയാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളും ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഒന്ന് ആവിയിൽ കിടന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോയിസ്റ്റോടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാളയും മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് ദം ചെയ്താലും മതിയാവും. ആ ഒരു റൈസ് ഒന്ന് കുക്കായി അടിയിലുള്ള ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ മുകളിൽ വരാൻ ഒരു 5 to 10 മിനിറ്റ്സ് മതിയാവും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതും വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ തയ്യാറാക്കണതുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് നേരം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈസ് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ അടിയിലുള്ളത് ഡ്രൈ ആയി ക്രിസ്പി ആവാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. സംഭവം സെറ്റാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സെർവ് ചെയ്യാണ്. തീരെ സമയമില്ലാത്ത സമയത്ത്, മടി പിടിച്ചിരുന്ന സമയത്ത് റെഡിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റ് മസാല അതുപോലെ തന്നെ എല്ലാം മിക്സ് ചെയ്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കോരി വെക്കുന്ന സമയത്തും അതിൻ്റെ രീതിയിലൊന്ന് ബിരിയാണി കോരി വിളമ്പി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ വിട്ടുപോകണ്ട. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോവണ്ട എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ.